ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്വീൻസ് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നത്, ഒരു ഫോൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഫോൾ സീസണില്ലേ, ഓട്ടം സീസൺ. നമുക്ക് ഫോൾ സീസൺ ഒന്നുമില്ല, പക്ഷെ നമ്മൾ കുഞ്ഞുനാളിന് മുതലേ ഒരുവിധം എല്ലാവരും കണ്ടു കാണാൻ വഴിയുണ്ട്. ഒരു കലണ്ടർ പടം ഉണ്ടായിരുന്നു, ജർമ്മനിയിലെയോ മറ്റോ ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കംപ്ലീറ്റ് മഞ്ഞ ഇലകൾ, എന്നെ പണ്ട് ഒത്തിരി ഫാസിനേറ്റ് ചെയ്ത ഒരു പടമാണ് കേട്ടോ. അത് ഫുൾ മഞ്ഞ, റോഡ് മഞ്ഞ, സൈഡിലുള്ള മരങ്ങളെല്ലാം മഞ്ഞ. അങ്ങനെ മഞ്ഞൻ്റെ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ആ പടം കാണുമ്പോൾ ഞാൻ ഇത് എന്ത് സ്ഥലമാണ്, ഇത് സ്വർഗമാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പോലെയാണ് അത്. പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവരാണെങ്കിൽ അറിയാം, ബൈപ്പാസ് റോഡിൽ നമ്മുടെ ടെക്നോ പാർക്കൊക്കെ എത്തുന്നതിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ ഇടയ്ക്ക് വെച്ചത് റോഡൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ അവിടെ കൊന്നമരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും. രണ്ട് സൈഡിലാണോ നടുക്കാണോ അതെനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. അപ്പോൾ അത് അറിയാലോ, കൊന്നമരം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രമേ പോകുള്ളൂ. എൻ്റെ ദൈവമേ, ആ സമയത്ത് ആ റോഡിൽ കൂടെ പോയവരാരും ആ കാഴ്ച മറക്കാൻ വഴിയില്ല കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു, എല്ലാ കൊന്നമരങ്ങളും ഇങ്ങനെ മഞ്ഞിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ആ പഴയ പിക്ചർ കണ്ട ഒരു എനിക്ക് റീക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പണ്ടേ ഈ മഞ്ഞ, ഓറഞ്ച് ആ കളേഴ്സൊക്കെ ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനിതുവരെ US-ലൊന്നും പോയിട്ട് ഫോൾ ടൈമിലൊന്നും പോയിട്ട് ഇത് കളേഴ്സൊന്നും കണ്ടിട്ടില്ല. പിക്ചേഴ്സൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. പല കളേഴ്സ് ഗ്രീൻ ഇല്ലല്ലോ, കംപ്ലീറ്റ് ഇങ്ങനത്തെ ബാക്കി കളേഴ്സ് കൊണ്ട് ഫിൽഡ് ആണല്ലോ ഇങ്ങനത്തെ ബാക്കി യൂറോപ്യൻ കൺട്രീസും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ ഫോൾ മേക്കപ്പ് ഇങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പം അത് പ്രത്യേകിച്ച് ഫോറിനേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. ഫോൾ മേക്കപ്പ്, ഫോൾ ആകുമ്പോൾ ഉടനെ ഫോൾ മേക്കപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങും. അപ്പോൾ അതിൽ അവരിങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ എനിക്കതിൽ തോന്നിയിട്ടുള്ളത്, അതിൽ ശരിക്കും നമ്മൾ കാണുന്ന മഞ്ഞ, ഓറഞ്ച്, ബ്രൗൺ ഇലകളുടെ ഒരു മായാ ലോകം ഉണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എവിടെ റീക്രിയേറ്റ് ചെയ്യാം, മുഖത്തെല്ലാം വരച്ച് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കണ്ണിൻ്റെ മുകളിലൊന്ന് റീക്രിയേറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഐഷാഡോ പാലറ്റ്. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ആ യെല്ലോ, ഓറഞ്ച്, ബ്രിക്ക് റെഡ് ആ കളേഴ്സാണ് ഇന്ന് നമ്മളെടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ലാത്തൊരു പാലറ്റാണ്, പക്ഷെ ഭയങ്കര പിഗ്മെൻറ്റഡ് അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുതേ. അപ്പോൾ ഞാൻ ഇതൊരു ബ്ലെൻഡിങ് ബ്രഷിൽ, ഒരു ബിഗ് ബ്ലെൻഡിങ് ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒരു ക്രീസിൽ ഒരു ട്രാൻസിഷൻ പോലെ കൊടുക്കുവാണ് കേട്ടോ. ഒരു ചെറിയ വാഷ് ഓഫ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു ബ്ലെൻഡിങ് ബ്രഷിൽ ഞാൻ അതേ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഫസ്റ്റ് 1/3 അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഐലിഡിനെ 3 ഭാഗമാക്കിയിട്ട് കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് 1/3 ഈ യെല്ലോ കളർ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിൽ ലൈറ്റ് കൺസീലർ അപ്ലൈ ചെയ്യാത്തത് കാരണമാണ് അത് അത്ര പെട്ടെന്ന് എടുത്തറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ കളർ അപ്ലൈ ചെയ്യേണ്ടി വന്നു ആ യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് അത്ര പിഗ്മെൻറ്റഡ് പാലറ്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പം ഞാനത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം, ഇങ്ങനെ കട്ട പോലെ ഇരിക്കരുത്. പിന്നെ അടുത്തത് ഞാൻ അടുത്ത കളർ, അതൊരു മസ്റ്റേർഡ് യെല്ലോ, ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറാണേ. അത് കുറച്ചെടുത്തിട്ട് അതാണ് ഇനി ഞാൻ മിഡിൽ പാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരേ ബ്രഷ് ഇട്ട് അപ്ലൈ ചെയ്യാത്തതാണ് കേട്ടോ നല്ലത്. കുഴപ്പമില്ല, തട്ടിക്കളഞ്ഞിട്ട് അപ്ലൈ ചെയ്താലും മതി. അതിനുശേഷം ഈ കളർ കഴിഞ്ഞിട്ട് അടുത്ത അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ്. അപ്പോൾ അത് വേറൊരു ബ്രഷ് എടുത്തിട്ട്, അതൊരു ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആ ഒരു ഡാർക്കർ ഷെയ്ഡ്, ആ ബ്രിക്ക് റെഡ് കളർ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ഞാനിത് പ്ലേസ് ചെയ്തിട്ട്, കാരണം എൻ്റെ നല്ല ഡാർക്ക് ആയിരിക്കണമല്ലോ, നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നന്നായിട്ട് ഞാനൊരു ഐയുടെ ആ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പർട്ടിക്കുലർ ഷേപ്പിൽ പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മറ്റേ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 സ്ട്രിപ്പ് ഇങ്ങനെ ഉള്ള പോലെ തോന്നരുത്. അതിനുശേഷം ആ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ആ വലിയ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ശരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. എല്ലാം ഒന്ന് നല്ല ഒരു സെറ്റ് ആക്കുവാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഐ മേക്കപ്പ്.
ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു യെല്ലോ ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഒരു ബ്രൗൺ ഇത് കൊടുക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തായാലും എൻ്റെ ഐബ്രോ ഇത് വെച്ച് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർബായിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി ഞാനുണ്ടല്ലോ ഈ ബ്രൗൺ ജെൽ ഐലൈനർ വെച്ച് തന്നെ വരയ്ക്കാൻ പോവാണ് എൻ്റെ കണ്ണ് കേട്ടോ. നല്ലൊരു ഓസം വിങ് കൊടുത്തേക്കാം. ഇനി എന്താണ്, ഈ കണ്ണും കൂടെ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും റൂട്ട് കോസ്മെറ്റിക്സിന്റെ പാലറ്റ് എടുത്തിട്ട് ആ യെല്ലോ ഷെയ്ഡ് എടുത്ത് നമുക്ക് താഴെ, അത് എന്നാലല്ലേ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, താഴത്തെ ലാഷ് ലൈനിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണേ. കുറച്ച് ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ബ്രിക്ക് റെഡ് കളർ, അത് ഞാൻ കുറച്ച് ക്ലോസ് ടു ദ ലാഷ് ലൈനും അപ്ലൈ ചെയ്യുവാണേ. അപ്പം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇത്തവണ ഞാൻ സത്യം പറഞ്ഞാൽ താഴത്തെ വാട്ടർ ലൈനിലൊന്നും എഴുതുന്നില്ല. ഞാൻ ആദ്യം ന്യൂഡ് പെൻസിൽ എഴുതാമെന്ന് വിചാരിച്ചു, പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് മസ്കാര ഇടണം. ഇത് ലോറിയലിൻ്റെ അല്ല, മേബലിൻ്റെ ആണ് കേട്ടോ. മേബലിൻ്റെ ഒരു മസ്കാരയാണ്, നല്ല മസ്കാരയാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ലോവർ ലാഷസിലും അപ്ലൈ ചെയ്യണേ ചെറുതായിട്ട്. ഇതിനുശേഷം ഞാൻ കുറച്ച് ലാഷസ് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ, വെറുതെ ഒരു ലുക്കൊന്ന് ഹൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി എന്താണെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു ബ്രഷ് എടുത്തിട്ട് അതിലൊരു ഗോൾഡൻ യെല്ലോ ഷിമ്മറി ഷെയ്ഡുണ്ട്. ഓക്കെ, അതെടുത്തിട്ട് ഞാനാണെങ്കിൽ ഇന്നർ കോർണേഴ്സ് രണ്ടും ഹൈലൈറ്റ് ചെയ്യുവാണ്. അതേ കളർ വെച്ചാൽ യെല്ലോയിൻ്റെ തന്നെ ഗോൾഡൻ യെല്ലോ ആണല്ലോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ ആർച്ച് ഉണ്ടല്ലോ, അവിടെയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലല്ലേ കംപ്ലീറ്റ് ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ നമ്മുടെ ലുക്കിന്. കംപ്ലീറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ ഐ ലുക്ക്. ഇനി ലിപ്സ്റ്റിക്. അപ്പോൾ ഇന്ന് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മെ അബ്സല്യൂട്ടിൻ്റെ ബ്രേസൻ കാരമൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ക്രീമി ലിപ്സ്റ്റിക്കാണ്, ക്രീമി മാറ്റ് ഒരു ലിപ്സ്റ്റിക്കാണ് സത്യം പറഞ്ഞാൽ. കാരണം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ക്രീമിയാണ്. കുറച്ച് സത്യം പറഞ്ഞാൽ കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് പെട്ടെന്ന് പോകാനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണല്ലോ, അതാണ് ശരിക്കും നല്ലത്. പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും, കുറച്ചൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. നല്ല, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കൊള്ളത്തില്ലെന്നാണ് ഈ ലിപ്സ്റ്റിക്ക്, പക്ഷേ ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ലുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടത്. സാധാരണ ഞാൻ ഈ ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ കൊള്ളാം, ഈ ലുക്കിന് ശരിക്കും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽതി, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ക്വീൻസ് സ്നൂക്ക്. വീണ്ടും കാണാം.